ആദ്യം ഞാൻ കയറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ. അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, ഞാൻ നായരാ. മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? ആ തടിയൻ ആദ്യം കേട്ടോണ്ടിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. അയാളവിടെ താഴോട്ട് കൂട്ടി. ഇതിനാദ്യം ഞാൻ കൊല്ലും, പിന്നെ ഞാൻ അയാളെ കൊല്ലും. എന്നിട്ട് ഞാൻ രണ്ടിടത്തിന് കറി വെച്ചിട്ടല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് എന്തിലും ചെയ്യും. ഇവനെന്താ കാണിക്കണേ? ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ സൂത്രമുണ്ട്. മാനം കാണാത്ത കല്ലെടുത്ത് 3 പ്രാവശ്യം വയറ്റത്ത് ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല. പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റ് ഇടണമെങ്കിൽ അപ്പൊ തന്നെ അപ്പി തിരിച്ച് മേളിലേക്ക് കയറി പോവല്ല. എടാ, ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തുളസീകരം പിള്ള ഇത് പണിഞ്ഞു തരത്തില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയാൾ നമ്മളെ ഇവിടുന്ന് പുറത്തി അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട് മാറണം. വീട് മാറലും നടക്കൂല. ഈ വാടകയ്ക്ക് വേറെ വീട് കിട്ടൂലെന്ന്. എന്നാ ഈ പ്രസ്ഥാനം നമ്മൾ തന്നെ പണിയേണ്ടി വരും. 500 രൂപ ഞാനിട്ട് നമുക്ക് പ്രസ്ഥാനം പണിയാ. ഞാനും ഇട്ട് 500. ബാക്കി നിന്റെ കുബേർ കുഞ്ചോട് തരാൻ പറ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഇവന് താർക്കട രാവിലെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്. വേറെന്തോ പുലിവലൊപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. ഗൗതം വിളിക്കാട്ടാ. ഓമനക്കുട്ട, നമ്മളിങ്ങനെ പിരിവിട്ട് ക്ലോസറ്റ് വാങ്ങിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ? എന്റെ കയ്യിലൊന്നുമില്ല. ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ചു കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല. അല്ല, അത് കുഴപ്പമില്ല. ആളെ അക്കൗണ്ടിൽ നിർത്താൻ മതി. അക്കൗണ്ടിലൊന്നുമില്ല. അതൊക്കെ അപ്പൻ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഫ്രീസ് അധിക ചെലവാന്നാ പറയണ. അപ്പൊ അതിനൊരു തീരുമാനമായി. ഓമനക്കുട്ടാ, 1200 രൂപയേ ഉള്ളൂ. ജീവിച്ചു പോട്ടെ പാവങ്ങൾ. അപ്പൊ നിന്റെ ഇനി ഒന്നുമില്ലേ? അതെ, എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എവിടെ പോണ്? ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. നമ്മള് വേറൊരു ബുക്ക് നോക്കിയായിരുന്നല്ലേ? അത് നമ്മുടെ ബുക്ക്. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലടി. പണ്ടിവനൊരു കഴിയാൽ പുലിയെ കണ്ടിച്ചത് ഞാൻ. പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലടി. അതിലെങ്ങനെ പോയി കയറും? ഓടിച്ചോട്ടെ. കേട്ടോ, നീ അവനെ ഞാൻ ഓടിക്കട്ടെ. പൊളിക്കരുത്.
ஆர்டிஸ்ட். நான் உன்னை பார்த்துட்டேன். ஆமாம், தனியாக தான் வந்திருக்கு. சரி, ஏன் இந்த இடம் பப்ளிக் எல்லாம் இருக்கு? அவன் வேலையை பார்த்துட்டு இருப்பான். இதுதான் சேஃப்டியான இடம். ஏதாவது பிரச்சனை ஆச்சுன்னா? எதுவும் ஆகாது. எவ்ரிதிங் இஸ் இன் மை கண்ட்ரோல். அது மட்டும் இல்லை, ஏதாவது இன்ஃபர்மேஷனில் போலீஸ் வந்தால் கூட இந்த க்ரௌடில் ஷூட் பண்ண முடியாது. எனக்கு ஒரு 5 minutes டைம் தேவை. இதை நம்ம ஃபர்ஸ்ட் டீல். எனக்கு பொருள் ஒரிஜினல் செக் பண்ணோம். சரி, நான் எப்படி பொருள் அனுப்புறது? நான் எப்படி உன்னை நம்புறது? நீ என்ன நம்பித்தான் ஆகணும். தனியாக வரேன்னு சொல்லிட்டு அவன் ஒரு கேரியர் மட்டும்தான். எல்லாத்தையும் எக்ஸ்பிளைன் பண்ண டைம் இல்லை. அவங்ககிட்ட கொடுத்துரு. கொடுக்குறேன். Just hold on. Okay, don't move. Yes, sir. Wait for my orders. Sir. എനിക്ക് രണ്ടിനെ ചേർത്ത് വേണം, റൈറ്റ്? Okay, sir. Okay, swing right side. Right, swing. Okay, now swing left. Sir, we have different models here. You know, it's not the model. We need capacity. Sir, this one has a maximum capacity. It has inbuilt fan, automatic flush. How much is it? It's only 3,20,000 rupees. നന്നായി. ചേട്ടാ, നമുക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ വില കുറഞ്ഞ ക്ലോസറ്റ് മതിയായിരുന്നു. ഇറ്റ്സ് ഒറിജിനൽ. ഞാൻ ക്യാഷ് അனுப்புறேன். அதெல்லாம் வேண்டாம், நீ தான் வரணும். சரி, நானே வரேன். Move slowly. എന്തോ പുകയുന്നുണ്ട്. എല്ലാരും ഉണ്ടോ? നൈസ്. തുളസി ചേട്ടാ, എനി പ്രോബ്ലംസ്? എന്തെങ്കിലും പ്രശ്നം? എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. ചേച്ചി, കുറച്ച് ദിവസമായിട്ട് ആരോ രാത്രി 10 മണിക്ക് ശേഷം മാഷിനെ വിളിക്കുക. മാഷി എന്ന് എടുത്താൽ മിണ്ടാട്ടോ ഇല്ല. ഞാനും ഇവളോ എടുത്താ എന്തൊക്കെയോ പിച്ചും പേയും പറയുക. അതാണ് പ്രശ്നം. നമുക്ക് ശരിയാക്കാം ചേട്ടാ. ആ അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെയാലും ബാപ്റ്റിസ്റ്റിനെ ഇടപെടുത്തു. അത് ഞങ്ങൾ 4 ആമ്പിള്ളേർ മുകളിൽ താമസിക്കുമ്പോൾ വേറെ ആരെങ്കിലും മീരെ ശല്യപ്പെടുത്തി ഈ ഞങ്ങൾ സമ്മതിക്കുമോ? അല്ല, ഈ ഞാൻ സമ്മതിക്കൂ? മീരെ ശല്യപ്പെടുത്താൻ നമ്പർ തരൂ. മീരയ്ക്ക് മാത്രമല്ല ശല്യം മനിയ.
ഓഹോ ശരിയാക്കി തരാം. ആരായാലും അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. മീര പാസ് ചെയ്ത നമ്പർ 9846 9846 64 64 93 93 65. 6. ഇപ്പൊ ശരിയാക്കി തരാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. പിന്നെ ആ ഇരിപ്പ് അത് കാര്യമാക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ ശരിയായിക്കോളും. അപ്പോ ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ലെന്നാണോ? അങ്ങനെയല്ല. പിന്നെ അടി കിട്ടിയ ഷോക്കിൽ ഇന്നത്തെ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുപോയിട്ടുണ്ട്. അതും തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. ചെറിയൊരു മിസ്സിംഗ് അങ്ങനെ കൂട്ടിയാൽ മതി. ഡോക്ടർ, എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് ബിസിനസ് ഫേംസും ഡീലിംഗ്സും ഉള്ള ആളാണ് ഈ പാസ്പെസ്റ്റ്. അതുകൊണ്ട് ഈ ന്യൂസ് സ്പ്രെഡ് ഔട്ട് ആകരുത്. എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഈ മറവിയുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. മറ്റേതെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴേ അതിലെന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. സോ അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം. എക്സ്ക്യൂസ് മീ. ഓക്കെ, carry on. ഒറ്റയൊരുത്തനെ വിടരുത്. എടാ ഗൗതമ, ഇവനെ കൊണ്ടൊന്ന് പ്രശ്നമാണ്. നമ്മൾ മേടിച്ച ക്ലോസറ്റ് പൊട്ടിച്ചത് വേറെ തന്നെ ഞാൻ പറഞ്ഞു രാത്രി കുത്തിരും തുളസി ഭാര്യ മോളെ ഫോൺ ചെയ്യുന്നേ. ആരെ? ആടാ തുളസി. തുളസിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ പെണ്ണാന്ന്. ഈ പെരട്ട കിളവനാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കൂ? എന്തായാലും എല്ലാവർക്കും കൂടെ കെട്ടി ഇറങ്ങാം. അയാളെ ബാപ്റ്റിസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എടാ ഇവൻ ബാപ്റ്റിസ്റ്റിന്റെ ഗുണ്ടകളാ. റെഡ് ഷർട്ടിന്റെ കൂടെയുള്ളവനല്ലേ ഇവൻ ക്ലോസറ്റ് എടുത്തിട്ട് അടിച്ചത്. ഇയാളെയോ? അവന്മാരെങ്ങനെ ഇറക്കി വിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോളാ ഒരു 5-6 മാരി ആരുടെ മണം പിടിച്ച് വന്നാലും ഒരൊറ്റെണ്ണത്തിന് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല. You know me, been doing this from the start, man. Don't do gimmicks, this all comes from the heart, man. ഇനി എനിക്ക് പാടാൻ വയ്യ, ഞാൻ ചത്തു. നീ ചാവുന്നാണ് നല്ലത്. പന്നി കുറ്റപ്പെടുത്താണ്ട് ഒരു വഴി പറ. ആ ബാപ്റ്റിസ്റ്റിന് തലയിൽ പൊട്ടിച്ചേക്ക് ഇനി ഇവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട. നമുക്ക് ഉമ്മന്റെ അടുത്തേക്ക് കൂട്ടാലോ? പോണ്ടിക്കാ? എങ്ങനെ പോവാനാണ്? 8 പൈസക്കില്ല ക്ലോസറ്റ് വാങ്ങിച്ച കൊണ്ട് പൊട്ടിച്ചില്ല ഈ സാധനം. കയ്യിലൊന്നും 10 പൈസ ഇല്ല. അരക്ക് ചുറ്റും സ്വർണം. എന്തൊരു മതിലെന്റെ ദൈവമേ. സബ് ജയിലിന്റെ മതില. നീ എന്തായാലും ചാടുമെന്ന് എന്റെ അപ്പൻ അറിയായിരുന്നു. കാറിന് താക്കോല് വേണ്ടേ? താക്കോലൊന്നും വേണ്ടോ? ഇപ്പൊ ഭയങ്കര പരിപാടിയാണ്. ഇങ്ങനെ പോയാ പുരുഷു അനുഗ്രഹിക്കൂ.
അടിപൊളിയാണല്ലേ? എന്നാ ഇതല്ല, ഇതാണ് വണ്ടി. ചച്ചാൻ. ഫിയറ്റ്. അയ്യേ ഇതാ ഓമനക്കുട്ടാ നല്ല വണ്ടിട്ടാ. ദേ നോക്കിയത് ടയർ ഉണ്ടായിരുന്നു. പാർക്കും. ഈ പെണ്ണ് വേറെ പണിയൊന്നുമില്ല. ഇത് ഓഫ് ചെയ്ത സാധനം ഊരിക്കെ. എന്തിനു? എടാ ഊരി, ഇനി അത് മതി അവന്മാര് ട്രേസ് ചെയ്ത് പുറകെ വരാൻ. എടാ അത് കളയടാ, നമ്മള് പുതിയ ദിവസം മേടിച്ചിട്ടില്ലേ, പഴയത് കള. എന്തൊക്കെ പുലി പോലെ ഒപ്പിച്ച് വെച്ചോണം. എടാ ഒളിച്ച് കളയടാ, ആ പെണ്ണിന്റെ വിളിയല്ലേ വരുള്ളൂ. എടുത്ത് കള. അയ്യോ അതിനകത്തൊരു 3 രൂപയുടെ പെണ്ണായിരുന്നു. വിളിച്ച് ചേർത്തിട്ട് ഓടിച്ചോളായിരുന്നു. ഉമ്മനെ എന്തായാലും ഇപ്പൊ വിളിക്കണം. നേരം വിളിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കായിരിക്കും. ആ അത് ശരിയാ. പിന്നെ ഇതിനകത്ത് കിടന്നുറങ്ങാനോ? മറ്റേ ഐറ്റംസ് ഉണ്ട് ബാക്കില്, വെറുതെ ഇരിക്കും. അയാൾ ഇവിടെ വരുന്നില്ല. കൊച്ചിയിലൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് പോണ്ടിച്ചേരിയടാ. ആരോ മന്നുണ്ട് കേട്ടാ. അതേതാ വണ്ടി? ഇന്നോവ. പണി വല്ലതും ആണോ? ഇന്നോവയല്ലോ. ബ്രദർ നേരെ പോയാൽ പോണ്ടിയെത്തോ? വന്ന വഴി തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പോണ്ടി എത്തൂല്ലോ. അപ്പൊ നേരെ തന്നെ വിട്ടോ. ഓമനക്കുട്ടാ ഇടി ഉള്ളൂ നീ. സണ്ണി വെറുതെ തോട്ടിയിടാൻ കേട്ടോ.